The number of children who attended class from Monday to Friday are 34, 35, 32, 33, 31. What is the average number of children who attended classes each day? അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ നമ്പേഴ്സാണ് 34, 35, 32, 33, 31. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആവറേജ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെ 5 days ആണുള്ളത്. അപ്പോൾ നമുക്ക് തന്നത് 5 days ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ നമ്പേഴ്സാണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ അറ്റൻഡഡ് ക്ലാസ് ഇൻ 5 days ഈസ് ഈക്വൽ ടു 34 + 35 + 32 + 33 + 31. ദാറ്റ് ഈസ് 165. 5 days ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടി. ഇതിൽ നിന്നും 1 day ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം കിട്ടണം. അതിനുവേണ്ടി നമുക്ക് ഈ 5നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 5 ആവും. ദാറ്റ് ഈസ് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ അറ്റൻഡഡ് ക്ലാസ് ഇൻ 1 day ഈസ് ഈക്വൽ ടു 165/5. ദാറ്റ് ഈസ് 33. The table shows the amount of electricity used in Majid's house for some month. What is the average amount of electricity used per month? What are the months on which usage is more than the average? അതായത് മജീദിൻ്റെ വീട്ടിൽ കുറച്ച് മാസങ്ങളിൽ യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ അളവാണ് താഴെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ആവറേജ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഏത് മാസങ്ങളിലാണ് ആവറേജിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതെന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജനുവരിയിൽ 85 യൂണിറ്റ്സ് ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരിയിൽ 90 യൂണിറ്റ്സ് ആണ്. മാർച്ചിൽ 75 യൂണിറ്റ്സും ഏപ്രിലിൽ 82 യൂണിറ്റ്സും മെയ്യിൽ 78 യൂണിറ്റ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ 5 monthsൽ യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ 5 months ഈസ് ഈക്വൽ ടു 85 + 90 + 75 + 82 + 78. ദാറ്റ് ഈസ് 410 യൂണിറ്റ്സ്. ഇതിൽ നിന്നും ഒരു മന്ത് യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമുക്ക് 5നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 5 ആവും. ദാറ്റ് ഈസ് ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ 1 month ഈസ് ഈക്വൽ ടു 410/5 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് 82 യൂണിറ്റ്സ്. അതായത് ഒരു മാസം യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ ആവറേജ് യൂണിറ്റാണ് 82. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആവറേജിനേക്കാൾ കൂടുതൽ യൂണിറ്റ് യൂസ് ചെയ്തിട്ടുള്ള മന്ത്സ് ഏതൊക്കെയാണെന്നാണ്. ആവറേജ് 82 ആയതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ യൂണിറ്റ് ഉള്ളത് 85ഉം 90ഉമാണ്. 85 യൂസ് ചെയ്തിട്ടുള്ള ജനുവരി മന്തിലും ഫെബ്രുവരിയിലാണ് 90 യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ മന്ത്സ് ഇൻ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ആവറേജ് ഈസ് ജാനുവരി, ദാറ്റ് ഈസ് 85 യൂണിറ്റ്സ്, ആൻഡ് ഫെബ്രുവരി, ദാറ്റ് ഈസ് 90 യൂണിറ്റ്സ്. The weights of players in a team are 68 kilograms, 72 kilograms, 80 kilograms, 70 kilograms, 60 kilograms, 70 kilograms. What is the average weight of a player in the team? അതായത് ഒരു ടീമിലെ പ്ലെയേഴ്സിൻ്റെ വെയ്റ്റ്സ് 68 kilograms, 72 kilograms, 80 kilograms, 70 kilograms, 60 kilograms, 70 kilograms അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ആവറേജ് വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 68, 72, 80, 70, 60, 70 അങ്ങനെ 6 പ്ലെയേഴ്സിൻ്റെ വെയ്റ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഈസ് ഈക്വൽ ടു 6 ആണ്. അതായത് 6 പ്ലെയേഴ്സിൻ്റെ വെയ്റ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ടോട്ടൽ വെയ്റ്റ് ഓഫ് 6 പ്ലെയേഴ്സ് ഈസ് ഈക്വൽ ടു 68 + 72 + 80 + 70 + 60 + 70. ദാറ്റ് ഈസ് 420 kilograms. ഇതിൽ നിന്നും നമുക്ക് ഒരു പ്ലെയറിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമുക്ക് ഈ 6നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ബൈ 6 ആവും. This average weight of one player is equal to 420/6 kilograms. That is 70 kilograms. The total income of a man in 8 days is 1,840 rupees. What is his average income per day?
അതായത് ഒരാളുടെ 8 ഡേയ്സിലുള്ള ഇൻകമാണ് 1840 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അയാളുടെ ആവറേജ് ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ഇൻകം ഇൻ 8 ഡേയ്സ് ഈസ് ഈക്വൽ ടു 1840 റുപ്പീസാണ്. നമുക്ക് കാണേണ്ടത് 1 ഡേയിലുള്ള ഇൻകമാണ്. സോ നമുക്ക് 8നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബൈ 8 ആവും. ദാറ്റ് ഈസ് ആവറേജ് ഇൻകം ഇൻ 1 day is equal to 1840 by 8 rupees. That is 230 rupees. Which is better? കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കണ്ടു. ഈ സെക്ഷനിൽ നമ്മൾ വിച്ച് ഈസ് ബെറ്റർ, അതായത് ഏതാണ് നല്ലത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് 2 or 3 ടൈപ്സ് ഡീറ്റെയിൽസ് തരും. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഏത് ടൈപ്പാണ് നല്ലതെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഓരോ ടൈപ്പിൻ്റെയും സെപ്പറേറ്റ് ആവറേജ് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഔസൈഫ് ആൻഡ് അബു ഗ്രോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോക്കനട്ട് ട്രീസ്. ഔസൈഫ് ഹാസ് 20 trees and Abu has 18. See how many coconut each got last year. Which kind gives more coconut? അതായത് ഔസൈഫ് 20 കോക്കനട്ട് ട്രീസ് വളർത്തുന്നുണ്ട്. അപ്പോൾ 18 കോക്കനട്ട് ട്രീസും വളർത്തുന്നുണ്ട്. ഇവയിൽ നിന്നും കഴിഞ്ഞ വർഷത്തിലെ കുറച്ച് മാസങ്ങളിൽ, അതായത് ജനുവരി, ഏപ്രിൽ, ഓഗസ്റ്റ്, നവംബർ എന്നീ 5 മാസങ്ങളിൽ ഔസൈഫിന് കിട്ടിയ കോക്കനട്ട്സും അബുവിന് കിട്ടിയ കോക്കനട്ട്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയിൽ ആരുടെ കോക്കനട്ടാണ് കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി ഔസൈഫിന് 1 ട്രീയിൽ നിന്നും കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സ് കണ്ടുപിടിക്കണം. അതേപോലെ അബുവിൻ്റെ 1 കോക്കനട്ട് ട്രീയിൽ നിന്നും കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സും കണ്ടുപിടിക്കണം. ഔസൈഫിന് 20 ട്രീസ് ആണുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട്സ് ഔസൈഫ് ഗോട്ട് ഫ്രം 20 ട്രീസ് ഇൻ ലാസ്റ്റ് ഇയർ ഈസ് ഈക്വൽ ടു 160 പ്ലസ് 280 പ്ലസ് 200 പ്ലസ് 260, ദാറ്റ് ഈസ് 900. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ട്രീയിൽ നിന്നും കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സ് ആണ്. സോ നമുക്ക് 20യെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 20 ആവും. ദാറ്റ് ഈസ് ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സ് ഔസൈഫ് ഗോട്ട് ഫ്രം 1 ട്രീ ഇൻ ലാസ്റ്റ് ഇയർ ഈസ് ഈക്വൽ ടു 900 ബൈ 20. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 0 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 90 ബൈ 2, ദാറ്റ് ഈസ് 45. ഇനി നമുക്ക് അബുവിൻ്റെ ഒരു ട്രീയിൽ നിന്നും ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സ് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കാം. അബുവിന് 18 ട്രീസ് ആണുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട്സ് അബു ഗോട്ട് ഫ്രം 18 ട്രീസ് ഇൻ ലാസ്റ്റ് ഇയർ ഈസ് ഈക്വൽ ടു 200 പ്ലസ് 264 പ്ലസ് 240 പ്ലസ് 160, ദാറ്റ് ഈസ് 864. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ട്രീയിൽ നിന്ന് കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സ് ആണ്. അതിനുവേണ്ടി നമുക്ക് 18നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 18 ആവും. ദാറ്റ് ഈസ് ആവറേജ് നമ്പർ ഓഫ് കോക്കനട്ട്സ് അബു ഗോട്ട് ഫ്രം 1 ട്രീ ഇൻ ലാസ്റ്റ് ഇയർ ഈസ് ഈക്വൽ ടു 864 ബൈ 18, ദാറ്റ് ഈസ് 48. അപ്പോൾ 1 ട്രീയിൽ നിന്നും ഔസൈഫിന് കിട്ടുന്നത് 45 കോക്കനട്ട്സും അബുവിന് കിട്ടുന്നത് 48 കോക്കനട്ട്സുമാണ്. സോ അബുവിനാണ് കൂടുതൽ കോക്കനട്ട്സ് 1 ട്രീയിൽ നിന്നും കിട്ടുന്നത്. നമുക്ക് പേജ് നമ്പർ 23ലെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദി ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ 2 divisions of class 5 decided to plant trees as Harida Club activity. 35 children of class 5A planted 245 saplings and 30 children of class 5B planted 240. On the basis of average number of saplings planted per kid, which division did a better job? അതായത് ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ക്ലാസ് 5ലെ 2 ഡിവിഷനിലെയും കുട്ടികൾ കുറച്ച് സാപ്ലിങ്സ് പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് കുറച്ച് ചെടികൾ നടാൻ തീരുമാനിച്ചു. ക്ലാസ് 5Aയിലെ 35 ചിൽഡ്രൻ 245 സാപ്ലിങ്സ് ആണ് പ്ലാൻ ചെയ്തത്. ക്ലാസ് 5Bയിൽ 30 ചിൽഡ്രന് 240 സാപ്ലിങ്സ് ആണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിവിഷനിലെയും ഒരു കുട്ടി പ്ലാൻ ചെയ്ത സാപ്ലിങ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഏത്
ക്ലാസ് ആണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് 5Aയിൽ 35 ചിൽഡ്രന് 245 സാപ്ലിങ്സ് ആണ് പ്ലാൻ ചെയ്തത്. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് പ്ലാന്റഡ് ബൈ 35 ചിൽഡ്രൻ ഓഫ് ക്ലാസ് 5A is equal to 245. ഇതിൽ നിന്നും ക്ലാസ് 5Aയിലെ 1 ചൈൽഡ് പ്ലാൻ ചെയ്ത സാപ്ലിങ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമുക്ക് 35നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ബൈ 35 ആകും. ദാറ്റ് ഈസ് ആവറേജ് നമ്പർ ഓഫ് സാപ്ലിങ്സ് പ്ലാന്റഡ് ബൈ 1 ചൈൽഡ് ഓഫ് ക്ലാസ് 5A is equal to 245 by 35. ദാറ്റ് ഈസ് 7. ക്ലാസ് 5Bയിലെ 30 ചിൽഡ്രന് 240 സാപ്ലിങ്സ് ആണ് പ്ലാൻ ചെയ്തത്. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിങ്സ് പ്ലാന്റഡ് ബൈ 30 ചിൽഡ്രൻ ഓഫ് ക്ലാസ് 5B is equal to 240. ഇതിൽ നിന്നും ക്ലാസ് 5Bയിലെ 1 ചൈൽഡ് പ്ലാൻ ചെയ്ത സാപ്ലിങ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് 30യെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 30 ആവും. ദാറ്റ് ഈസ് ആവറേജ് നമ്പർ ഓഫ് സാപ്ലിങ്സ് പ്ലാന്റഡ് ബൈ 1 ചൈൽഡ് ഓഫ് ക്ലാസ് 5B is equal to 240 by 3. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 0 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 24 by 3. ദാറ്റ് ഈസ് 8. അപ്പോൾ ക്ലാസ് 5Aയിലെ 1 ചൈൽഡ് പ്ലാൻ ചെയ്തത് 7 സാപ്ലിങ്സ് ആണ്. ക്ലാസ് 5Bയിലെ 1 ചൈൽഡ് പ്ലാൻ ചെയ്തത് 8 സാപ്ലിങ്സ് ആണ്. സോ ക്ലാസ് 5B ഡിഡ് ബെറ്റർ ജോബ്. The table shows the number of members and the amount of water used in a month of 3 households. How much water did one person in the first household use on average? What about the other households? According to these figures, in which household used most water per person? അതായത് താഴെ ടേബിളിൽ കുറച്ച് ഹൗസ് ഹോൾഡ്സിലെ നമ്പർ ഓഫ് മെമ്പേഴ്സും അവർ ഒരു മാസം യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ഹൗസ് ഹോൾഡ്സിലെയും ഓരോ മെമ്പർ ആവറേജ് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇവയിൽ ഏത് ഹൗസ് ഹോൾഡിലെ മെമ്പറാണ് കൂടുതൽ വാട്ടർ യൂസ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ഓരോ ഹൗസ് ഹോൾഡിലെയും ഒരു മെമ്പർ ആവറേജ് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഹൗസ് ഹോൾഡിലെ 6 മെമ്പേഴ്സ് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് 18,000 liters ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ 6 മെമ്പേഴ്സ് ഇൻ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു 18,000 liters. ഇതിൽ നിന്നും ഫസ്റ്റ് ഹൗസ് ഹോൾഡിലെ 1 മെമ്പർ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് 6നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 6 ആവും. ദാറ്റ് ഈസ് ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ 1 മെമ്പർ ഇൻ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു 18,000 by 6 liters. That is 3,000 liters. സെക്കൻഡ് ഹൗസ് ഹോൾഡിലെ 4 മെമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് 16,000 liters വാട്ടറാണ്. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ 4 മെമ്പേഴ്സ് ഇൻ സെക്കൻഡ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു 16,000 liters. ഇതിൽ നിന്നും 1 മെമ്പർ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 4നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 4 ആകും. ദാറ്റ് ഈസ് ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ 1 മെമ്പർ ഇൻ സെക്കൻഡ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു 16,000 by 4 liters. ദാറ്റ് ഈസ് 4,000 liters. തേർഡ് ഹൗസ് ഹോൾഡിൽ 5 മെമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് 16,500 liters വാട്ടറാണ്. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ 5 മെമ്പേഴ്സ് ഇൻ തേർഡ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു 16,500 liters. ഇതിൽ നിന്നും 1 മെമ്പർ യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബൈ 5 ആകും. ദാറ്റ് ഈസ് ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ 1 മെമ്പർ ഇൻ തേർഡ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു 1,500 by 5 liters. ദാറ്റ് ഈസ് 3,300 liters. അപ്പോൾ ഫസ്റ്റ് ഹൗസ് ഹോൾഡിൽ 1 മെമ്പർ യൂസ് ചെയ്യുന്നത് 3,000 liters ആണ്. സെക്കൻഡ് ഹൗസ് ഹോൾഡിൽ 1 മെമ്പർ യൂസ് ചെയ്യുന്നത് 4,000 liters ആണ്. തേർഡ് ഹൗസ് ഹോൾഡിൽ 1 മെമ്പർ യൂസ് ചെയ്യുന്നത് 3,300 liters ആണ്. സോ ഇവയിൽ കൂടുതൽ 4,000 liters ആണ്. സോ സെക്കൻഡ് ഹൗസ് ഹോൾഡ് യൂസ് മോസ്റ്റ് വാട്ടർ പെർ പേഴ്സൺ.